ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ദർപ്പണങ്ങളും പിന്നെ ലെൻസുമാണ്. അപ്പോൾ ആദ്യം ദർപ്പണങ്ങൾ നോക്കാം. ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മിറേഴ്സ്. അപ്പോൾ മിറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളെയാണ് നമ്മൾ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദർപ്പണങ്ങൾ? പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. ഇനി അടുത്തത് പതനകിരണം. എന്താണ് പതനകിരണം? പതനകിരണം പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് ഒരു ദർപ്പണം. ഇതിലേക്ക് ഒരു പ്രകാശരശ്മി പതിക്കുന്നു. ഇതാണ് ഇതിന്റെ പതനകിരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രതിപതന കിരണം. ഇപ്പോൾ ഒരു ദർപ്പണം, ഈ ദർപ്പണത്തിലേക്ക് ഒരു രശ്മി ഇങ്ങനെ വന്ന് പതിക്കുന്നു. അതിനുശേഷം അത് പ്രതിഫലിക്കും, റിഫ്ലക്റ്റ് ചെയ്യും. ഈ കിരണത്തിനെയാണ് പ്രതിപതന കിരണം എന്ന് പറയുന്നത്. ഇനി പതനകോൺ. പതനകോൺ എങ്ങനെ കാണാം? ഇതാണ് പതനരശ്മി. അപ്പോൾ പതനകോൺ എങ്ങനെ കാണാം? നമ്മൾ ദർപ്പണത്തിന്റെ പതിക്കുന്ന ബിന്ദുവിൽ നിന്നും ഒരു ലംബം വരയ്ക്കുക. അതായത് ദർപ്പണത്തിന്റെ ലംബമായിട്ട് പതിക്കുന്ന രശ്മിയുടെ പോയിന്റിൽ വെച്ച് ഒരു ലംബം വരയ്ക്കുക. എന്നിട്ട് ഈ ലംബവും പതനരശ്മിയും തമ്മിലുള്ള കോണാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? പതന കോൺ എന്ന് എടുക്കുന്നത്. അതുമാതിരി പ്രതിപതന കോൺ എന്ന് പറഞ്ഞാൽ ഈ ലംബത്തിനും പ്രതിപതിക്കുന്ന രശ്മിയുടെയും ഇടയിലുള്ള കോണിനെയാണ് പ്രതിപതന കോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പതനകിരണം? പതനകിരണം പറഞ്ഞാൽ ഒരു ദർപ്പണത്തിൽ വന്ന് പതിക്കുന്ന കിരണത്തെയാണ് പതനകിരണം എന്ന് പറയുന്നത്. പ്രതിപതന കിരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും റിഫ്ലക്റ്റ് ആവുന്ന, ദർപ്പണം റിഫ്ലക്റ്റ് ചെയ്യുന്ന കിരണത്തെയാണ് പ്രതിപതന കിരണം എന്ന് പറയുന്നത്. പതനകോൺ എന്ന് പറഞ്ഞാൽ ദർപ്പണത്തിന്റെ പതിക്കുന്ന രശ്മിയുടെ ബിന്ദുവിലേക്ക് ദർപ്പണത്തിന് ലംബമായിട്ട് ഒരു വര വരയ്ക്കുക. ആ ലംബത്തിൽ നിന്നും പതനരശ്മിയിലേക്കുള്ള കോണിനെയാണ് പതനകോൺ എന്ന് പറയുന്നത്. പ്രതിപതന കോൺ എന്ന് പറഞ്ഞാൽ ആ ലംബത്തിൽ നിന്നും പ്രതിപതന രശ്മിയിലേക്ക് വരയ്ക്കുന്ന കോണിനെയാണ് പ്രതിപതന കോൺ എന്ന് പറയുന്നത്. ഇനി യഥാർത്ഥ പ്രതിബിംബം. യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ ചുമരിലോ സ്ക്രീനിലോ പതിപ്പിക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ പ്രതിബിംബത്തിന്റെ ഉയരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും അളക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെയാണ് നമ്മൾ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥ പ്രതിബിംബം? ചുമരിലോ സ്ക്രീനിലോ പതിപ്പിക്കാൻ കഴിയുന്നതാകണം. അതുമാതിരി അതിന്റെ പ്രതിബിംബത്തിന്റെ ഉയരം, അതേപോലെ പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും ഇവയൊക്കെ നമുക്ക് നേരിട്ട് അളക്കാൻ കഴിയാവുന്ന പ്രതിബിംബങ്ങളെയാണ് യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നത്. മിഥ്യാപ്രതിബിംബം. അപ്പൊ മിഥ്യാപ്രതിബിംബം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അവ ചുമരിലോ സ്ക്രീനിലോ പതിപ്പിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിന്റെ ഉയരവും നേരിട്ട് അളക്കാൻ കഴിയുകയുമില്ല. ദർപ്പണത്തിനുള്ളിൽ കാണുന്നതുമായ പ്രതിബിംബത്തെയാണ് നമ്മൾ മിഥ്യാപ്രതിബിംബം എന്ന് പറയുന്നത്. അപ്പൊ മിഥ്യാപ്രതിബിംബം പറഞ്ഞാൽ എന്താണ്? പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിന്റെ ഉയരവും നേരിട്ട് അളക്കാൻ കഴിയുകയില്ല. അതുമാതിരി അവ ചുമരിലോ സ്ക്രീനിലോ പ്രദർശിപ്പിക്കാൻ കഴിയില്ല. അതുപോലെ ദർപ്പണത്തിന്റെ ഉള്ളിൽ കാണുന്നതായ പ്രതിബിംബത്തെയാണ് നമ്മൾ മിഥ്യാപ്രതിബിംബം എന്ന് പറയുന്നത്. പിന്നെ പാർശ്വിക വിപര്യം. പാർശ്വിക വിപര്യം പറഞ്ഞാൽ നമ്മളൊരു കണ്ണാടി നോക്കണം. അപ്പോൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ വലത്തെ കൈ കണ്ണാടിയുടെ ഇടത്തെ കൈയായിട്ട് കാണുക. ഇതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. അതായത് കണ്ണാടിയിൽ പ്രതിബിംബത്തിന്റെ വശങ്ങൾ ഇടം വലം തിരിഞ്ഞു വരാൻ കാരണമായ പ്രതിഭാസത്തിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വലത്ത് കൈ മിററിൽ കാണുന്നതായിരിക്കും, ഇടത് കൈയായിട്ടായിരിക്കും. ഈ ഒരു പ്രതിഭാസമാണ് പാർശ്വിക വിപര്യം. ഇനി പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മിറേഴ്സിന്റെ പ്രതിഫലന തലത്തിന്റെ മധ്യഭാഗത്തിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പോൾ? പ്രതിഫലന തലത്തിന്റെ സെന്റർ ഭാഗമാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുക P എന്ന് പറഞ്ഞാണ്. ഈ ബിന്ദു എവിടെയാണ്? ഇത് ആ ദർപ്പണത്തിൽ തന്നെയാണ്. ഞാൻ ഇപ്പോൾ വരച്ചു തരാം. അതാണ് ഇതിപ്പോ നമ്മുടെ ഒരു കോൺവെക്സ് ലെൻസാണ്, കോൺവെക്സ് മിററാണ്. ഈ കോൺവെക്സ് മിററിലെ പോൾ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ സെന്റർ, ഇത്രയും മിററിന്റെ ഈ സെന്റർ ഭാഗത്തെയാണ്, ഈ സെന്റർ പോയിന്റിനെയാണ് പോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്തത് വക്രധാരം. വക്രധാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദർപ്പണം സെന്ററായിട്ട് വരുന്ന ഒരു ഇമാജിനറി സർക്കിളിന്റെ പാർട്ടായിട്ടാണ് ഈ ദർപ്പണം വരിക.
ആ ഇമാജിനറി സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഈ പോളിലേക്കുള്ള ദൂരമാണ് വക്രത ആരം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വക്രത ആരം? നമ്മുടെ ദർപ്പണം വരുന്നത് ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ഗോളത്തിന്റെ ഭാഗമായിട്ടാണ്. ആ ഭാഗത്തിന്റെ സെന്ററിൽ നിന്നും ഈ ദർപ്പണത്തിന്റെ പോളിലേക്കുള്ള ദൂരമാണ് വക്രത ആരം എന്ന് പറയുന്നത്. പോളിലേക്ക് അല്ലെങ്കിൽ ദർപ്പണത്തിലേക്കുള്ള ദൂരമാണ് ആരം എന്ന് പറയുന്നത്, വക്രത ആരം എന്ന് പറയുന്നത്. ഈ ഇമാജിനറി സർക്കിളിന്റെ സെന്ററിനെയാണ് നമ്മൾ വക്രത കേന്ദ്രം എന്ന് പറയുന്നത്. വക്രത ആരം R വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് ഇതിന്റെ പേര്. ഇനി വക്രത കേന്ദ്രം എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ക്യാപിറ്റൽ C ആണ്. സെന്റർ ഓഫ് കർവേച്ചർ എന്നാണ് സൂചിപ്പിക്കുക. ഇപ്പൊ ഞാൻ കോൺവെക്സ് ലെൻസ് വരച്ചിട്ടുണ്ട്. ഈ കോൺവെക്സ് മിറർ വരച്ചിട്ടുണ്ട്. ഈ കോൺവെക്സ് മിററിന്റെ വക്രത കേന്ദ്രം എവിടെയാണ്? അത് കോൺവെക്സ് മിററിന്റെ ഉള്ളിലാണ്. അതേസമയം കോൺകേവ് ദർപ്പണത്തിലാണെങ്കിലോ, ഇതാണ് കോൺകേവ് ദർപ്പണം. കോൺകേവ് ദർപ്പണമാണെങ്കിൽ എന്ത് സംഭവിക്കും? വക്രത കേന്ദ്രം എന്ന് പറയുന്നത്, ഇതാണ് ഇമാജിനറി സർക്കിൾ. വക്രത കേന്ദ്രം എന്ന് പറയുന്നത് കണ്ണാടിക്ക് മുമ്പിലായിരിക്കും, മിററിന്റെ മുമ്പിലായിരിക്കും കോൺകേവ് ദർപ്പണത്തിൽ വക്രത കേന്ദ്രം. അതേസമയം കോൺവെക്സ് ദർപ്പണത്തിൽ വക്രത കേന്ദ്രം എന്ന് പറയുന്നത് കണ്ണാടിക്ക് പിറകിലാണ്. അടുത്തത് മുഖ്യ അക്ഷം, അത് പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഇതാണ് പോള്. നമ്മൾ പറഞ്ഞിരുന്നു ദർപ്പണത്തിന്റെ പ്രതിഫലന തലത്തിന്റെ സെൻട്രൽ ബിന്ദുവാണ് പോൾ എന്ന് പറഞ്ഞിരുന്നു. ഈ വക്രത കേന്ദ്രത്തിൽ നിന്നും പോളിലേക്ക് വരയ്ക്കുന്ന ആ രേഖനെയാണ് എന്ത് പറയുക? മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുക. അപ്പോൾ പോളിലൂടെയും വക്രതാ കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന ആ രേഖനെയാണ് എന്ത് പറയുക? മുഖ്യ അക്ഷം അഥവാ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുക. ഇത് എങ്ങനെയാണ്? നമ്മൾ നോക്കുമ്പോൾ പോളിന് ഇത് ലംബമായിട്ടാണ് നിൽക്കുന്നത്. പോളിന് ലംബമായിട്ടാണ് പ്രിൻസിപ്പൽ ആക്സിസ് അഥവാ മുഖ്യ അക്ഷം സ്ഥിതി ചെയ്യുന്നത്. അടുത്താണ് ഫോക്കസ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടോർച്ച് അടിക്കുകയാണ്. ടോർച്ചിൽ റിഫ്ലക്ടർ എന്ന് പറയുന്നത് കോൺകേവ് മിററിന് ഉദാഹരണമാണ്. അപ്പൊ അതെന്ത് ചെയ്യും? ഈ നമ്മൾ ടോർച്ച് അടിക്കുമ്പോൾ അതിന്റെ പ്രകാശത്തിനെയെല്ലാം ഒരു ബിന്ദുവിലേക്ക് സെൻറ്റർ ചെയ്യും. ആ ഒരു ബിന്ദുവിനെയാണ് എന്ത് പറയുക? ഫോക്കസ് എന്ന് പറയുക. ഇപ്പൊ ഒരു കോൺവെക്സ് മിററാണ് വെക്കുക. അപ്പോൾ കോൺവെക്സ് മിററിൽ ഇങ്ങനെ ആയിരിക്കും. ഞാൻ വരച്ചു തരാം. അപ്പോൾ ഇതാണ് കോൺവെക്സ് മിറർ. ഇതിലേക്ക് വരുന്ന പ്രകാശരശ്മികൾ ഇങ്ങനെ 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 ഇങ്ങനെയായിട്ടായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ബാക്കിലോട്ട് പോയിന്റ് ചെയ്യുമ്പോൾ ഒരു സെന്ററിൽ നിന്നും, കണ്ണാടിയുടെ ഉള്ളിലുള്ള ഒരു സെന്ററിൽ നിന്നും ബഹിർഗമിക്കുന്ന രശ്മികളായിട്ട് നമുക്ക് തോന്നും. ആ ഒരു പോയിന്റിനെയാണ് കോൺവെക്സ് മിററിൽ ഫോക്കസ് ആയിട്ട് പറയുക. അപ്പോൾ കോൺകേവ് മിററിൽ എങ്ങനെയാണ് ഫോക്കസ് ഉണ്ടാകുക? കോൺകേവ് മിററിൽ നമ്മുടെ രശ്മികളെല്ലാം ഒരു ഫ്രണ്ടിലേക്ക് ഒരു പോയിന്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. അതേസമയം കോൺവെക്സ് മിററിലാണെങ്കിൽ ഈ ഒരു രശ്മികളെല്ലാം, പതിക്കുന്ന രശ്മികളെല്ലാം ഉള്ളിലുള്ള ഒരു പോയിന്റിൽ നിന്നും വെളിയിലേക്ക് വരുന്നതായിട്ട് തോന്നും. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി ഫോക്കസ് ദൂരം. ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ കണ്ണാടിയുടെ പോളും ഫോക്കസും തമ്മിലുള്ള അകലമാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. എന്താണ് ഫോക്കസ് ദൂരം? പോളും ഫോക്കസും തമ്മിലുള്ള ദൂരത്തിനെയാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ഫോർമുലയുണ്ട്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് നമ്മുടെ വക്ര ആരത്തിന്റെ പകുതിയാണ്. അതായത് ഫോക്കസ് ദൂരം എഫ് എന്ന് ഡിനോട്ട് ചെയ്താൽ, വക്രത ആരം R എന്ന് ഡിനോട്ട് ചെയ്താൽ അതിന്റെ പകുതിയായിരിക്കും ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വക്രതാ കേന്ദ്രം, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. എന്നാൽ ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം എത്ര? അപ്പോൾ ഈ R-ന്റെ പകുതിയായിരിക്കും ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്. അപ്പൊ എത്ര വരും? 40ന്റെ പകുതി 20 വരും. ഓക്കെ ആണല്ലോ. ഇനി സമതല ദർപ്പണം. സമതല ദർപ്പണം പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ദർപ്പണത്തിന്റെ സർഫസ് അത് സമതലമായിട്ടുള്ള ദർപ്പണങ്ങളെയാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. അതായത് ഉപരിതലം സമതലമായ ദർപ്പണമാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കാം? നമുക്ക് മുഖം നോക്കാൻ പെരിസ്കോപ്പ്, കാലിഡോസ്കോപ്പ്, ഇതിനൊക്കെയാണ് സമതല ദർപ്പണങ്ങൾ ഉപയോഗിക്കുക. അടുത്തത് ഗോളീയ ദർപ്പണങ്ങൾ. ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ
ഉപരിതലം, ദർപ്പണത്തിന്റെ ഉപരിതലം ഒരു ഗോളത്തിന്റെ ഭാഗമാണെങ്കിൽ അല്ലെങ്കിൽ ഗോളീയ ആകൃതിയാണെങ്കിൽ അവയെ നമുക്ക് ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്? ഉപരിതലം ഗോളീയ ആകൃതിയിലുള്ള ദർപ്പണങ്ങളെയാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ദർപ്പണങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്, കോൺകേവ് ദർപ്പണങ്ങളും കോൺവെക്സ് ദർപ്പണങ്ങളും. ഇനി കോൺകേവ് ദർപ്പണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോൺകേവ് ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപരിതലം അകത്തോട്ട് കുഴിഞ്ഞു പോയിട്ടുള്ള ദർപ്പണങ്ങളെയാണ് നമ്മൾ കോൺകേവ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇതാണ് ഗോളീയ ദർപ്പണത്തിലെ കോൺകേവ് ദർപ്പണം. ഓക്കെ, ദർപ്പണത്തിന്റെ ഭാഗം ഉള്ളിലോട്ട് കുഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, കണ്ടല്ലോ. ഇതാണ് കോൺകേവ് ദർപ്പണങ്ങൾ. ഇവയിൽ എന്താണ് നമുക്ക് യഥാർത്ഥമായതോ മിഥ്യയായ പ്രതിബിംബമാണ് ലഭിക്കുക. മിഥ്യാ പ്രതിബിംബമാണെങ്കിൽ എപ്പോഴും വസ്തുവിനേക്കാൾ വലുതായിരിക്കും. തലകീഴായതോ നിവർന്നതോ ആയ പ്രതിബിംബം ഉണ്ടാകും. അപ്പോൾ കോൺകേവ് ദർപ്പണത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? കോൺകേവ് ദർപ്പണങ്ങൾ അവയിൽ യഥാർത്ഥമായതോ മിഥ്യയോ ആയ പ്രതിബിംബം ഉണ്ടാവും. അതേപോലെ മിഥ്യാ പ്രതിബിംബം ഉണ്ടാവുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ വലുതായിരിക്കും. തലകീഴായതോ നിവർന്നതോ ആയ പ്രതിബിംബം ലഭിക്കും. ഇതാണ് കോൺകേവ് ദർപ്പണത്തിന്റെ പ്രത്യേകതകൾ. നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുക? ടോർച്ചില്, റിഫ്ലക്ടർ, ഷേവിംഗ് മിറർ, അതുപോലെ മേക്കപ്പ് മിറർ, സിനിമ പ്രൊജക്ടറുകൾ, സോളാർ കുക്കർ എന്നിവിടങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ദർപ്പണങ്ങളാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ടോർച്ചിലെ റിഫ്ലക്ടർ എന്താ ചെയ്യുക? ആ പ്രകാശം, നമ്മുടെ ബൾബിൽ നിന്നുള്ള പ്രകാശത്തെ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യും? കറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഒരു ദൂരമൊക്കെ കുറച്ച് ബാക്കിൽ റിഫ്ലക്ടറിൻ്റെ മെല്ലെ അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ കോൺകേവ് മിറർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഷേവിംഗ് മിററിൽ ടോർച്ചിൻ്റെ റിഫ്ലക്ടറുകൾ, സിനിമ പ്രൊജക്ടറുകൾ, മേക്കപ്പ് മിറർ, സോളാർ കുക്കർ എന്നിവിടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന മിററാണ് കോൺകേവ് മിറർ. ഇനി കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ദർപ്പണം വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന ദർപ്പണങ്ങളെയാണ് നമ്മൾ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. കോൺവെക്സ് ദർപ്പണത്തിൽ എപ്പോഴും മിഥ്യാ പ്രതിബിംബമായിരിക്കും. പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. നിവർന്ന പ്രതിബിംബമായിരിക്കും ലഭിക്കുക. അപ്പോൾ കോൺവെക്സ് ദർപ്പണങ്ങളുടെ പ്രത്യേകത എന്താണ്? എപ്പോഴും മിഥ്യാ പ്രതിബിംബമായിരിക്കും. അതുപോലെ പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. അതുപോലെ നിവർന്ന പ്രതിബിംബമായിരിക്കും ലഭിക്കുക. ദർപ്പണങ്ങളുടെ ഉപരിതലം വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന മിറേഴ്സ് ആണ് കോൺവെക്സ് മിററുകൾ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ എവിടെയൊക്കെ ഉപയോഗിക്കുക? നമ്മൾ സൺഗ്ലാസിൽ, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിന്റെ റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നതും കോൺവെക്സ് ദർപ്പണമാണ്. എന്തുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റിൽ അങ്ങനെ ഉപയോഗിക്കുന്നത്? കാരണം സ്ട്രീറ്റ് ലൈറ്റിൽ നിന്നുള്ള വെളിച്ചം ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ അത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കാണിക്കുന്ന വിധത്തിലായിരിക്കണം സ്ട്രീറ്റ് ലൈറ്റിന്റെ ലൈറ്റ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവയിൽ കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നത്. അതുപോലെ റിയർ വ്യൂ മിററിൽ എന്തോ ഉപയോഗിക്കുക? കോൺവെക്സ് മിററാണ് ഉപയോഗിക്കുക. എന്തുകൊണ്ട് കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നു? കാരണം ഒരുപാട് വിസ്തൃതിയിലുള്ള വാഹനങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺവെക്സ് മിറർ റിയർ വ്യൂ മിററിൽ ഉപയോഗിക്കുന്നത്. ഇനി ദർപ്പണത്തിന്റെ നിയമങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് നിയമങ്ങൾ? ആദ്യം ഒരു കോൺകേവ് മിറർ എടുക്കാം. കോൺകേവ് മിറർ. അപ്പൊ കോൺകേവ് മിററില് നമ്മുടെ ആക്സിസിന് സമാന്തരമായിട്ട് വരുന്ന രശ്മികൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അത് അവിടേക്ക് പോകും ഫോക്കസിലൂടെ ആയിരിക്കും പോവുക. ഓക്കെ, ഇനി അപ്പൊ അതിന്റെ നേരെ ഉൾട്ട് എന്തായിരിക്കും? ഫോക്കസിലൂടെ വരുന്ന രശ്മികൾ കോൺകേവ് മിററിൽ തട്ടി എന്ത് സംഭവിക്കും? മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടായിരിക്കും തിരിച്ചു പോവുക. അപ്പോൾ രണ്ട് നിയമങ്ങൾ. ഒന്നാമത്തെ പറഞ്ഞാൽ ഞാൻ ഒന്ന്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന രശ്മികൾ കോൺകേവ് മിററിൽ എന്ത് സംഭവിക്കും? കോൺകേവ് മിററിൽ പതിച്ചാൽ അവ ഫോക്കസിലൂടെ തിരിച്ചു പോകും. ഇനി ഫോക്കസിലൂടെ വരുന്ന രശ്മികൾ കോൺകേവ് മിററിൽ പതിച്ചാൽ എന്ത് സംഭവിക്കും? അവ
മുഖ്യ അക്ഷത്തിന് സമാന്തരമായി തിരിച്ചു പോകും. ഇനി കോൺവെക്സ് ദർപ്പണത്തിന്റെ കാര്യം എടുക്കാം. അപ്പോൾ കോൺവെക്സ് ദർപ്പണത്തിൽ എങ്ങനെയായിരുന്നു? കോൺവെക്സ് ദർപ്പണത്തിൽ ഇങ്ങനെയാണ് കോൺവെക്സ് ദർപ്പണം. കോൺവെക്സ് ദർപ്പണത്തിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ പതിച്ചതിന് ശേഷം റിഫ്ലക്ട് ചെയ്യുന്നു. ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്ന രശ്മികൾ അവിടെ നിന്ന് വന്നതായിട്ടാണ് നമുക്ക് തോന്നുക. അതിന്റെ ഫോക്കസിൽ നിന്നും വരുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. ഇതാണ് ഒരു നിയമം, കോൺവെക്സിന്റെ നിയമം. അതായത് കോൺവെക്സ് ദർപ്പണത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന രശ്മികൾ ഫോക്കസിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ഇനി അടുത്ത നിയമം, ഇപ്പോൾ ഏതെങ്കിലും ഒരു രശ്മി വരുന്നത് ഫോക്കസിലോട്ടാണ്, കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിലോട്ടാണ് അത് പോയിന്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ രശ്മി കോൺവെക്സ് ലെൻസിൽ പതിച്ചതിന് ശേഷം, കോൺവെക്സ് മിററിൽ പതിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും? അവ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പ്രതിഫലിക്കും. അതായത് ഇത് രണ്ടും ഉൾട്ടയാണ് ഞാൻ പറഞ്ഞത്. അതായത് കോൺവെക്സ് മിററിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന രേഖകൾ റിഫ്ലക്ട് ചെയ്തതിനു ശേഷം ഫോക്കസിൽ നിന്നും അകന്നു പോകുന്നത് പോലെ നമുക്ക് കാണപ്പെടും. അതുപോലെ ഫോക്കസിലോട്ട് വരുന്ന പ്രകാശരശ്മികൾ കോൺവെക്സ് മിററിൽ പതിച്ചതിനു ശേഷം എന്ത് സംഭവിക്കും? അവ റിഫ്ലക്ട് ചെയ്യുന്ന രശ്മികൾ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിരിക്കും. ഇനി അടുത്ത പോയിന്റ്, കോൺകേവ് മിററിൽ വക്രത കേന്ദ്രത്തിലൂടെ പതിക്കുന്ന രശ്മികൾ, അതുപോലെ തന്നെ കോൺവെക്സ് മിററിൽ വക്രത കേന്ദ്രത്തിന് നേരെ പതിക്കുന്ന രശ്മികളും റിഫ്ലക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? അതേ പാതയിലൂടെ പോകും. നമുക്ക് പറയാം ഇതൊരു കോൺകേവ് മിറർ. ഓക്കെ, ഇതാണ് ഇതിന്റെ വക്രതാ കേന്ദ്രം. അപ്പൊ ഇതിലൂടെ വരുന്ന രശ്മികൾ എന്ത് സംഭവിക്കും? വക്രതാ കേന്ദ്രത്തിലൂടെ വരുന്ന പ്രകാശരശ്മികൾ അതേ പാതയിലൂടെ തന്നെയായിരിക്കും തിരിച്ചു പോകുക. ഇത് തന്നെയാണ് കോൺവെക്സ് മിററിനും. കോൺവെക്സ് മിററിന് എന്താ സംഭവിക്കുക? വക്രതാ കേന്ദ്രത്തിലൂടെ വരുന്ന പ്രകാശരശ്മികൾ അത് വക്രത കേന്ദ്രത്തിലോട്ടാണ് ഫോക്കസ് പോകുന്നത് വെച്ചാൽ ആ രശ്മികൾ തിരിച്ച് അതേമാതിരി റിഫ്ലക്ട് ചെയ്യും. ഇനി ദർപ്പണത്തിന്റെ പോളിൽ കൃത്യമായി വന്ന് പതിക്കുന്ന രശ്മി എന്ത് സംഭവിക്കുക? റിഫ്ലക്ട് ചെയ്തതിനു ശേഷം അത് പ്രതിഫലന നിയമം അനുസരിച്ച് തിരിച്ചു പോകുന്നു. പ്രതിഫലന നിയമം എന്താണ്? പതന കോൺ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, പതന കോൺ ഈസ് ഈക്വൽ ടു പ്രതിപതന കോൺ. പറഞ്ഞുതരാം. അത് നമുക്ക് ഇങ്ങനെ ഒരു കോൺവെക്സ് മിററിന്റെ വിചാരിക്കാം. ഈ കോൺവെക്സ് മിററിന്റെ പോൾ ഇവിടെയാണ് വെക്കുക. അപ്പൊ ഇവിടെ ഒരു രശ്മി ഇതാക്കിയ ഇങ്ങനെയാണ് തിരിച്ചു പോവുക. അപ്പൊ ഇവിടെ നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ലംബം വരയ്ക്കും. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ ഐ എന്ന് വയ്ക്കാം. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ തീറ്റ ആർ എന്ന് വയ്ക്കാം. ഓക്കെ, ഈ തീറ്റ ഐ ഈസ് ഈക്വൽ ടു തീറ്റ ആർ ആയിരിക്കും. ഇതാണ് അടുത്ത നിയമം. അപ്പൊ എന്തൊക്കെ നിയമങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഒന്നാമത്തേത്, കോൺകേവ് മിററില് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന രശ്മികൾ എന്താ സംഭവിക്കുക? ഫോക്കസിലൂടെ ആയിരിക്കും കടന്നു പോവുക. രണ്ടാമത്തെ എന്ത് പറഞ്ഞു? ഫോക്കസിലൂടെ കടന്നു വരുന്ന രശ്മികൾ കോൺകേവ് മിററിൽ പ്രതിഫലനത്തിന് ശേഷം, അതായത് റിഫ്ലക്ട് ചെയ്തതിനു ശേഷം മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടായിരിക്കും പോവുക. അടുത്ത എന്താ റൂള്? കോൺവെക്സ് മിററിൽ ഇതേത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? കോൺവെക്സ് മിററിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന രേഖകൾ റിഫ്ലക്ട് ചെയ്തതിനു ശേഷം ഫോക്കസിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട്, ഫോക്കസിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് തോന്നും. ഇനി അടുത്ത നിയമം ഇതിന്റെ ഉൾട്ട എന്താണ്? ഫോക്കസിലോട്ട് വരുന്ന പ്രകാശരശ്മികൾ കോൺവെക്സ് മിററിൽ പതിച്ചതിനു ശേഷം എന്ത് സംഭവിക്കും? അവ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകും. ഇനി അടുത്ത നിയമം എന്താണ്? കോൺകേവ് ദർപ്പണത്തിൽ വക്രത കേന്ദ്രത്തിലൂടെ പതിക്കുന്ന രശ്മികളും, അതേപോലെ തന്നെ കോൺവെക്സ് ദർപ്പണത്തിൽ വക്രത കേന്ദ്രത്തിന് നേരെ പതിക്കുന്ന രശ്മികളും റിഫ്ലക്ട് ചെയ്തതിനു ശേഷം അതേ പാതയിലൂടെ തന്നെയായിരിക്കും തിരിച്ചു പോവുക. അപ്പൊ എന്താ പറഞ്ഞത്? കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും വക്രത കേന്ദ്രത്തിലൂടെ കടന്നു വരുന്ന രശ്മികൾ പ്രതിഫലനത്തിന് ശേഷം അതേ റൂട്ടിൽ കൂടിയായിരിക്കും തിരിച്ചു പോവുക. നാലാമത്തെ പോയിന്റ് എന്താണ്? ദർപ്പണത്തിന്റെ പോളിൽ പതിക്കുന്ന രശ്മികൾ എന്ത് ചെയ്യും? റിഫ്ലക്ഷൻ നിയമം അനുസരിച്ചാണ് തിരിച്ചു പോവുക. പതന കോൺ ഈസ് ഈക്വൽ ടു പ്രതിപതന കോൺ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് ഇനി അടുത്തത് ലെൻസിലോട്ട് പോകാം. അപ്പൊ ലെൻസ് എന്ന് പറഞ്ഞാൽ മിറർ പറഞ്ഞാൽ നമുക്ക് ഒരു സൈഡ്
റിഫ്ലക്ട് ചെയ്യും, വേറെ സൈഡ് ട്രാൻസ്പെറൻ്റ് അല്ല. അതേസമയം ലെൻസ് പറഞ്ഞാൽ രണ്ട് സൈഡും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാധനമാണ് ലെൻസ്. പ്രകാശത്തെ ഇവ കടത്തി വിടുകയും അപവർത്തനം ചെയ്യുകയും ചെയ്യുന്ന പ്രകാശ ഉപകരണമാണ് ലെൻസ് എന്ന് പറയുന്നത്. മിറർ എങ്ങനെയായിരുന്നു? റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപവർത്തനമാണ് നടക്കുക. കോൺകേവ് ലെൻസ് ഉണ്ട്, കോൺവെക്സ് ലെൻസ് ഉണ്ട്. കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺകേവ് ലെൻസ് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ലെൻസുകളാണ് കോൺകേവ് ലെൻസുകൾ. എന്താണ് കോൺവെക്സ് ലെൻസുകൾ? കോൺവെക്സ് ലെൻസ് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതാണ് കോൺവെക്സ് ലെൻസുകൾ. ഓക്കെ ആണല്ലോ. അപ്പൊ ലെൻസിൽ ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം എന്താണ്? അത് അപവർത്തനം, റിഫ്രാക്ഷൻ ആണ്. ഇനി അടുത്തത് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ മധ്യഭാഗത്ത് കനം കൂടിയതും അരികുഭാഗത്ത് കനം കുറഞ്ഞതുമായ ലെൻസുകളാണ് കോൺവെക്സ് ലെൻസുകൾ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി വരച്ചിരുന്നു. അപ്പൊ അതെങ്ങനെ വരിക? ഇങ്ങനെ മധ്യഭാഗത്ത് കനം കൂടുതൽ, അരികുഭാഗത്ത് കനം കുറവ്, അങ്ങനെയുള്ള ലെൻസുകളാണ് കോൺവെക്സ് ലെൻസുകൾ എന്ന് പറയുന്നത്. ഇവ എന്താ ചെയ്യുക? പ്രകാശരശ്മികളെ റിഫ്രാക്ട് ചെയ്തതിനു ശേഷം അവ പരസ്പരം അടുപ്പിക്കുന്നു. അതിനാൽ അവയെ എന്താ വിളിക്കുക? കൺവെർജിങ് ലെൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ പ്രകാശരശ്മികൾ വരുന്ന വെച്ചാൽ അവ റിഫ്ലക്ട് ചെയ്തതിനു ശേഷം അടുത്തേക്കാണ് കൊണ്ടുവരിക. അതുകൊണ്ടാണ് അവയെ കൺവെർജിങ് ലെൻസ് എന്ന് പറയുന്നത്. ഇവയുണ്ടാക്കുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും? യാഥാർത്ഥ്യമായിരിക്കും, അതേമാതിരി തല കീഴായതുമായിരിക്കും. ഓക്കെ, ഇവയുണ്ടാക്കുന്ന പ്രതിബിംബം യാഥാർത്ഥ്യവും തല കീഴായതും ആയിരിക്കും. നമ്മുടെ കണ്ണിലെ ലെൻസ് അത് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങളൊക്കെ എന്താണ്? കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങൾ ഒന്ന്, ദീർഘദൃഷ്ടി പരിഹരിക്കും. ദീർഘദൃഷ്ടി പരിഹരിക്കാന്ന് നമ്മൾ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റും, പക്ഷെ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള സമയത്ത് ശരിക്കും ഇമേജ് ഫോം ചെയ്യുക റെറ്റിനയുടെ പിറകിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ അത് കറക്റ്റായിട്ട് റെറ്റിനയിൽ പതിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുക? കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുക. ഇനി മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അതുപോലെ മൈക്രോസ്കോപ്പില്, ടെലസ്കോപ്പില്, ബേണിംഗ് ഗ്ലാസ്സില്, TV ക്യാമറ, പ്രൊജക്ടറിൽ, വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അടുത്തത് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് പറഞ്ഞാൽ എന്താണ്? കോൺകേവ് ലെൻസ് പറഞ്ഞാൽ മധ്യഭാഗം കനം കുറഞ്ഞത് പക്ഷെ അരികുഭാഗം കനം കൂടിയതുമായ ലെൻസുകളെയാണ് നമ്മൾ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ഇവ എന്താ ചെയ്യുക? ഇവ പ്രകാശരശ്മികളെ അകറ്റുകയാണ് ചെയ്യുക. അതുകൊണ്ട് അവയെ എന്താ പറയുക? വിഭജന അല്ലെങ്കിൽ വ്യതിചലിക്കുന്ന അല്ലെങ്കിൽ ഡൈവേർജിങ് ലെൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇതാണ് അവ പ്രകാശരശ്മികളെ അകറ്റുന്നു. അതുകൊണ്ട് അവയെ അറിയപ്പെടുന്നത് വിഭജന അല്ലെങ്കിൽ വ്യതിചലിക്കുന്ന ലെൻസ് അല്ലെങ്കിൽ ഡൈവേർജിങ് ലെൻസ് എന്ന് അറിയപ്പെടുന്നു. അതിപ്പോ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് ലെൻസ് ഉണ്ടാവുക. ഇപ്പൊ പ്രകാശരശ്മി ഇങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? അപ്പൊ ഇങ്ങനെയാ പോവുക. ഇങ്ങനെ ഡൈവേർജ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവയെ ഡൈവേർജിങ് ലെൻസ് എന്ന് പറയുന്നത്. ഇവയിലുണ്ടാകുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് മിഥ്യയായിരിക്കും, അതുപോലെ നിവർന്നതുമായിരിക്കും. ഇവയിലുണ്ടാകുന്ന ഇമേജുകൾ എന്താണ്? മിഥ്യയും അതേപോലെ നിവർന്നതും ആയിരിക്കും. ഇനി ഇവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ, അതുപോലെ ഗലീലിയൻ ടെലസ്കോപ്പിലെ ഐ ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ സ്പൈ ഹോൾ ഉണ്ടല്ലോ, വാതിലിലെ സ്പൈ ഹോളിലൊക്കെ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മിററിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു, പ്രകാശ കേന്ദ്രം, വക്രത കേന്ദ്രം ഒക്കെ. അതുപോലെ തന്നെ ലെൻസിലും പ്രകാശ കേന്ദ്രങ്ങളും വക്രത കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ആദ്യം പ്രകാശ കേന്ദ്രം, ഇതാണ് ലെൻസ്. അപ്പൊ ഇതിന്റെ സെന്റർ ഉണ്ടല്ലോ, വേറെ നമ്മൾ ദർപ്പണത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് പോൾ എന്ന് പറയും. ഇതിന്റെ സെന്റർ, ലെൻസിന്റെ മധ്യം, ഇതിനെ എന്ത് പറയാം? പ്രകാശ കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. ഇനി വക്രത കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലെൻസ് ശരിക്കും പറഞ്ഞാൽ രണ്ട് സർക്കിളിന്റെ ഭാഗങ്ങളായിട്ടാണ് വരിക. കണ്ടില്ലേ? രണ്ട് സർക്കിളിന്റെ ഭാഗമായിട്ടാണ് ലെൻസ് വരിക. ഇതാണ് ലെൻസ്. ഈ ലെൻസ് ഏതിൻ്റെ? രണ്ട് സർക്കിളിന്റെ ഭാഗമാണ്. ഈ രണ്ട് സർക്കിളിന്റെ സെന്ററുകളെയാണ് എന്ത് പറയുക?
വക്രതാ കേന്ദ്രം എന്ന് പറയുക. അപ്പൊ ഏതാണ് വക്രതാ കേന്ദ്രം? ഈ ലെൻസ് പാർട്ടായിട്ട് വരുന്ന രണ്ട് സർക്കിളിന്റെ സെന്ററിനെയാണ് വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി മുഖ്യ അക്ഷം എന്ന് പറയുന്നത് ഈ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന പ്രകാശ കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്ന രേഖനെയാണ്, അക്ഷത്തിനെയാണ്, സാങ്കല്പിക അക്ഷത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. അപ്പൊ മുഖ്യ അക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് വക്രതാ കേന്ദ്രങ്ങൾ കൂടിയും അതുപോലെ പ്രകാശ കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന സാങ്കല്പിക രേഖനെയാണ് നമ്മൾ മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. ഇനി ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശരശ്മികൾ ഇൻഫിനിറ്റിയിലൂടെ കടന്നു വരുന്ന വയ്ക്കാം. ഈ പ്രകാശരശ്മികൾ റിഫ്രാക്ട് ചെയ്തതിനു ശേഷം ഒരു പോയിന്റിലോട്ട് കൺവെർട്ട് ചെയ്യും. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫോക്കസ് എന്ന് പറയുക. അതായത് കോൺവെക്സ് ലെൻസിന്റെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ, അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ റിഫ്രാക്ട് ചെയ്തതിനു ശേഷം ഒരു പോയിന്റിലോട്ട് കേന്ദ്രീകരിക്കും. ഈ പോയിന്റിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതൊരു കേസ് കോൺകേവ് ലെൻസ് കേസ് എടുക്കാം. അപ്പോൾ കോൺകേവ് ലെൻസിൽ എങ്ങനെയായിരിക്കും? കോൺകേവ് ലെൻസിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന രേഖകൾ എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. ഓക്കെ, ഈ ഡൈവേർജ് ചെയ്യുന്ന രശ്മികൾ ആക്ച്വലി ഒരു പോയിന്റ് നിന്ന് എമർജ് ചെയ്തത് മാതിരി നമുക്ക് തോന്നും. ഈ പോയിന്റിന് നമ്മൾ എന്ത് പറയുക? ഫോക്കസ് എന്ന് പറയുക. അതായത് കോൺകേവ് ലെൻസിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായും സമീപവും പതിക്കുന്ന രശ്മികൾ അപവർത്തന ശേഷം പരസ്പരം അകലുന്നു. ഈ അകലുന്ന രശ്മികൾ പതനരശ്മിയുടെ ഒരേ വശത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് തോന്നുന്നു. ഈ ബിന്ദുവിനെയാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫോക്കൽ ദൂരം എന്ന് പറഞ്ഞാൽ പ്രകാശ കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതൊന്നും കൂടി പറഞ്ഞുതരാം. പ്രകാശ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ലെൻസിന്റെ മധ്യബിന്ദുവിനെയാണ് പ്രകാശ കേന്ദ്രം എന്ന് പറയുന്നത്. വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ലെൻസ് ഭാഗമായിട്ടുള്ള സർക്കിളിന്റെ സെന്ററിനെയാണ് വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. മുഖ്യ അക്ഷം എന്ന് പറഞ്ഞാൽ രണ്ട് വക്രതാ കേന്ദ്രത്തിലൂടെ കൂടിയും അതേപോലെ പ്രകാശ കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസിൽ നമ്മൾ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ വരുന്ന ഒബ്ജക്റ്റിന്റെ പ്രകാശരശ്മികൾ അവ ലെൻസിൽ പതിച്ചതിന് ശേഷം ഒരു പോയിന്റിലോട്ട് കേന്ദ്രീകരിക്കും. ഈ പോയിന്റിനാണ് ഫോക്കസ് എന്ന് പറയുന്നത്. അതേസമയം കോൺകേവ് ലെൻസിലാണ് വെച്ചാൽ പ്രകാശരശ്മികൾ മുഖ്യ അക്ഷത്തിന്റെ സമാന്തരമായിട്ട് വരുന്ന പ്രകാശരശ്മികൾ റിഫ്രാക്ട് ചെയ്തതിനു ശേഷം പരസ്പരം അകന്നു പോകുന്നു. ഈ അകന്നു പോകുന്ന രശ്മികൾ പ്രകാശം പതിക്കുന്ന അതേ ഭാഗത്തു നിന്ന് പുറപ്പെടുന്നതായിട്ടാണ് തോന്നുക. ഈ ഒരു പോയിന്റിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി ഫോക്കൽ ദൂരം എന്ന് പറഞ്ഞാൽ പ്രകാശ കേന്ദ്രത്തിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ലെൻസിൽ പ്രതിബിംബം ഉണ്ടാകുന്നതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ലെൻസിന്റെ പ്രകാശ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകുന്നു. നമുക്കൊരു കോൺവെക്സ് ലെൻസ് എടുക്കാം. അപ്പോൾ അതാണ് കോൺവെക്സ് ലെൻസ്. ഇതാണ് പ്രകാശ കേന്ദ്രം വയ്ക്കുക. അപ്പോൾ പ്രകാശ കേന്ദ്രത്തിലൂടെ വരുന്ന പ്രകാശരശ്മി എന്ത് ചെയ്യും? ആ പ്രകാശ കേന്ദ്രത്തിൽ കൂടെ തന്നെ നേരെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കാതെ നേരെ സ്ട്രെയിറ്റ് തന്നെ പോകും. രണ്ടാമത്തത്, ഈ കോൺവെക്സ് ലെൻസിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന രേഖകൾ എന്താ ചെയ്യുക? അതായത് രേഖകൾ ലെൻസിൽ തട്ടിയത് പിന്നെ അത് റിഫ്ലക്ഷൻ ചെയ്ത് നേരെ ഫോക്കസിലൂടെ ആയിരിക്കും പോവുക. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ എവിടേക്കായിരിക്കും പോവുക എന്ന് പറയാം? എവിടേക്കായിരിക്കും അത് കേന്ദ്രീകരിക്കുക? ഫോക്കസിലോട്ടായിരിക്കും കേന്ദ്രീകരിക്കുക. അതുപോലെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടായിരിക്കും ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന രേഖകൾ പ്രകാശരശ്മികൾ വരിക. അപ്പോൾ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി അല്ലെങ്കിൽ പാരലായിട്ട് വരുന്ന ഈ രശ്മികൾ കോൺവെക്സ് ലെൻസിൽ എന്ത് ചെയ്യും? അവ റിഫ്രാക്ട് ചെയ്തിട്ട് മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി കോൺകേവ് ലെൻസിലാണെങ്കിൽ ഇതെന്ത് സംഭവിക്കുക? കോൺകേവ് ലെൻസിലാണെങ്കിൽ മുഖ്യ അക്ഷത്തിന് സമീപമായിട്ട് വരുന്ന രശ്മികൾ അപവർത്തനത്തിന് ശേഷം ഒരു ഫോക്കസിൽ നിന്ന് വരുന്ന പോലെ തോന്നും.
ഓക്കെ, ഒരു ആ പ്രകാശം പതിച്ച അതേ ഭാഗത്തുള്ള ഫോക്കസിൽ നിന്നും വരുന്നത് പോലെ എമർജ് ചെയ്യുന്നത് പോലെ തോന്നും കോൺകേവ് ലെൻസിൽ. ഇതാണ് സംഭവിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞല്ലോ കോൺകേവ് ലെൻസിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന രശ്മികൾ ഫോക്കസിലൂടെ പോകുന്നു. ഇനി ഫോക്കസിലൂടെ ഏതെങ്കിലും രശ്മി വന്നാൽ അതെന്ത് സംഭവിക്കുക? ഫോക്കസിലൂടെ വന്ന രശ്മികൾ റിഫ്രാക്ട് ചെയ്തിട്ട് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടായിരിക്കും പോകുക. അതിന്റെ നേരെ ഉൾട്ട, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന രശ്മികൾ ഫോക്കസിലൂടെ പോകും. ഇനി ഫോക്കസിലൂടെ വരുന്ന രശ്മികൾ റിഫ്രാക്ട് ചെയ്തതിനു ശേഷം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പോകും. ഇതേ തന്നെയാണ് കോൺകേവ് ലെൻസിനും. കോൺകേവ് ലെൻസിന് എന്താ ചെയ്യുക? നമ്മൾ ഫോക്കസിലോട്ട് പോയിന്റ് ചെയ്യുന്ന മാതിരി വരുന്ന രശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടായിരിക്കും പോകുക. അടുത്താണ് ആവർത്തനം, അതായത് മാഗ്നിഫിക്കേഷൻ. പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആവർത്തനം? പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം. ആവർത്തനത്തിന്റെ സമവാക്യം m is equal to hi minus height of image divided by height of original, വസ്തുവിന്റെ ഉയരം. ഓക്കെ, ആവർത്തനത്തിന് യൂണിറ്റ് ഇല്ല, കാരണം രണ്ടും ഒരേ ഇത് തന്നെയാണ്. ഈ ആവർത്തനം ഒന്നാണ് വെച്ചാൽ എന്തായിരിക്കും? hi is equal to h0 is equal to hi by h0 is equal to 1 വരും. അപ്പൊ hi is equal to h0, അതായത് ആവർത്തനം ഒന്നായാൽ ഇമേജിന്റെ പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തുല്യമായിരിക്കും. ഇനി ആവർത്തനം ഒന്നിനേക്കാൾ ചെറുതായാൽ എന്താണ്? പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതാണ്. ഇനി ആവർത്തനം ഒന്നിനേക്കാൾ വലുതാണെങ്കിലോ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് ലെൻസിന്റെ പവർ. അപ്പൊ പവർ ഓഫ് ലെൻസ്, ഫോക്കസ് ദൂരത്തിന്റെ വ്യൂൽക്രമത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെൻസിന്റെ പവർ എന്ന് പറയുന്നത്. പവർ ഇസ് ഈക്വൽ ടു 1/f. ഫോക്കസ് ദൂരത്തിന്റെ വ്യൂൽക്രമം, അതായത് 1/f ആണ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ ആണ്. അതിനെ ഡി എന്നാണ്, ക്യാപിറ്റൽ ഡി ആണ് ഡിനോട്ട് ചെയ്യുക. എന്താണ് ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ്? ഡയോപ്റ്റർ. കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിന്റെ നെഗറ്റീവ് ആയിരിക്കും. സ്ലൈഡിൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്. കോൺകേവ് എന്ന രീതിയിൽ കോൺകേവ് ആണ്, എല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവും ആയിരിക്കും. ഇനി ലെൻസിന്റെയും ദർപ്പണത്തിന്റെയും ഫോക്കസ് ദൂരം കാണാനുള്ള സമവാക്യമാണ് 1/f is equal to 1/v minus 1/u. എന്താണ് ഇവിടെ v എന്ന് പറയുന്നത്? ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് v എന്ന് പറയുന്നത്. അതേസമയം u എന്ന് പറഞ്ഞാൽ വസ്തുവിലേക്കുള്ള ദൂരം. ലെൻസിനും നിന്നും അല്ലെങ്കിൽ ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരമാണ് u എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് നോക്കാം. എന്താണ് ദർപ്പണങ്ങൾ പഠിച്ചു? പ്രകാശത്തെ ക്രമമായി പ്രതിഫലിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞു. പതനകിരണം എന്താണെന്ന് പറഞ്ഞു. പ്രതിപതനകിരണം പറഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്തു പോകുന്ന കിരണത്തിനാണ് പ്രതിപതനകിരണം പറയുന്നത്. പതനകോൺ പറഞ്ഞാൽ പതനരശ്മിയും ലംബവും തമ്മിലുണ്ടാക്കുന്ന കോണാണ് പതനകോൺ എന്ന് പറയുന്നത്. പ്രതിപതന കോൺ പറഞ്ഞാൽ പ്രതിപതന രശ്മിയും ലംബവും തമ്മിലുണ്ടാക്കുന്ന കോണാണ് പ്രതിപതന കോൺ പറഞ്ഞു. യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ഉണ്ടാക്കാൻ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് ഇമേജിനെയാണ് യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നത്. മിഥ്യാപ്രതിബിംബം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യാൻ കഴിയാത്തതാണ്. മിഥ്യാപ്രതിബിംബങ്ങൾ പാർശ്വിക വിപര്യം പറഞ്ഞാൽ നമ്മളൊരു കണ്ണാടി നോക്കുന്ന സമയത്ത് നമ്മുടെ വലത്തേ കൈ അതിൽ ഇടത്തേ കൈ ആയിട്ടാണ് കാണുക. അതേപോലെ നമ്മുടെ ഇടത്തേ കൈ അതിൽ വലത്തേ കൈ ആയിട്ട് തോന്നുക. ഈ ഒരു പ്രതിഭാസമാണ് പാർശ്വിക വിപര്യം എന്ന് പറഞ്ഞു. പിന്നെ പോൾ എന്താണ് പറഞ്ഞു? പോൾ എന്ന് പറഞ്ഞാൽ ആ ദർപ്പണത്തിന്റെ സെന്ററിനെയാണ് പോൾ എന്ന് പറയുന്നത്. അത് ദർപ്പണത്തിന്റെ ഉപരിതലത്തിൽ തന്നെയാണ് ഉണ്ടാവുക. വക്രതാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഗോളീയ ദർപ്പണങ്ങൾ ഒരു സർക്കിളിന്റെ ഭാഗമായിട്ടാണ് വരിക. ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരമാണ് വക്രത ആരം എന്ന് പറയുന്നത്. വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ആ സർക്കിളിന്റെ സെന്ററിനെയാണ് വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. മുഖ്യ അക്ഷം എന്ന് പറഞ്ഞാൽ വക്രതാ കേന്ദ്രത്തിൽ നിന്നും പോളിലേക്ക് വരയ്ക്കുന്ന ലംബമായിട്ടുള്ള രേഖനെയാണ് നമ്മൾ മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകാശരശ്മികൾ ദർപ്പണത്തിൽ തട്ടിയതിനു ശേഷം ഒരു പ്രത്യേക പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യും. കോൺകേവ് ലെൻസ് ആണെങ്കിൽ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺകേവ് ലെൻസ് ആണെങ്കിൽ, കോൺകേവ് മിറർ ആണെങ്കിൽ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യും. ഈ ഒരു പോയിന്റിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ കണ്ണാടിയുടെ ഫോക്കസും കണ്ണാടിയുടെ പോളും തമ്മിലുള്ള അകലമാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്.
അതപ്പോഴും എന്തായിരിക്കും F=R/2 ആണ്. R എന്ന് പറയുന്നത് വക്രത ആരമാണ്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം ദർപ്പണത്തിന്റെ വക്ര ആരത്തിന്റെ പകുതിയാണ് പറഞ്ഞു. സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദർപ്പണത്തിന്റെ ഉപരിതലം സമതലമായതിനെയാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. സമതല ദർപ്പണം എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്? പെരിസ്കോപ്പ്, കാലിഡോസ്കോപ്പ്. ഇനി അടുത്തതാണ് ഗോളീയ ദർപ്പണം. ഗോളീയ ദർപ്പണങ്ങൾ രണ്ടെണ്ണമാണ്, കോൺകേവ് ദർപ്പണങ്ങളും കോൺവെക്സ് ദർപ്പണങ്ങളും. ഉപരിതലം ഗോളീയ ആകൃതിയിലുള്ള ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. കോൺകേവ് ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോർച്ചിലുള്ള റിഫ്ലക്ടർ, അതൊരു കോൺകേവ് ദർപ്പണമാണ്. അകത്തോട്ട് കൊഴിഞ്ഞിട്ടുള്ള ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അതേസമയം കോൺവെക്സ് ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. കോൺകേവ് ദർപ്പണങ്ങൾ പറഞ്ഞു യഥാർത്ഥമായ നിത്യമായ പ്രതിബിംബം ലഭിക്കുന്നു. നിത്യ പ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ വലുതായിരിക്കും. തലകീഴായത് നിവർന്നതായ പ്രതിബിംബമായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇതിന്റെ ഉപയോഗങ്ങളാണ് ഷേവിംഗ് മിറർ, റിഫ്ലക്ടർ, നമ്മുടെ ടോർച്ചിൽ ഉപയോഗിക്കുന്ന റിഫ്ലക്ടർ, സിനിമ പ്രൊജക്ടറുകൾ, മേക്കപ്പ് മിറർ, സോളാർ കുക്കർ എന്നിവ. കോൺവെക്സ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത് നിത്യ പ്രതിബിംബം ഉണ്ടാക്കുന്ന പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും, നിവർന്ന പ്രതിബിംബം ലഭിക്കുന്നു. ഇതിന്റെ ഉപയോഗങ്ങളാണ് സൺഗ്ലാസ്, റിയർ വ്യൂ മിറർ, സ്ട്രീറ്റ് ലൈറ്റിന്റെ റിഫ്ലക്ടർ എന്നൊക്കെ. ഇനി നിയമനങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, കോൺകേവ് ദർപ്പണത്തിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന രശ്മികൾ എന്ത് ചെയ്യും? ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി ഫോക്കസിലൂടെ വരുന്ന രശ്മികൾ എന്ത് ചെയ്യും? ഫോക്കസിലൂടെ വരുന്ന രശ്മികൾ റിഫ്ലക്ട് ചെയ്തിട്ട് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടായിരിക്കും തിരിഞ്ഞു പോവുക. ഇനി കോൺവെക്സ് ലെൻസിലാണ് വെച്ചാൽ ദർപ്പണത്തിന്റെ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന രശ്മികൾ ഒരു ഫോക്കസിൽ നിന്ന് അകന്നു പോകുന്നത് പോലെയാണ് തോന്നുക. ഇനി ഫോക്കസിലോട്ട് വരുന്ന രശ്മികൾ റിഫ്ലക്ട് ചെയ്തതിനു ശേഷം മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പോകും. ഇനി അടുത്തത്, കോൺകേവ് ദർപ്പണത്തിൽ ഫോക്കസിലൂടെ പതിക്കുന്ന രശ്മികളും അതുപോലെ കോൺവെക്സ് ദർപ്പണത്തിൽ ഫോക്കസിൽ നേരെ വരുന്നതായി കാണപ്പെടുന്ന രശ്മികളും എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്തതിനു ശേഷം മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകും. അതിനെ പറഞ്ഞു. വക്രത കേന്ദ്രത്തിലൂടെ പതിക്കുന്ന രശ്മികൾ അതെന്ത് സംഭവിക്കും? അവ പ്രതിഫലനത്തിന് ശേഷം അതേ പാതയിലൂടെ തിരിച്ചു പോകും. ഓക്കെ. ഇനി പോളിൽ കൃത്യമായി വന്ന് പതിക്കുന്ന രശ്മി എന്ത് ചെയ്യുക? അത് പ്രതിഫലന നിയമം അനുസരിച്ചാണ് തിരിച്ചു പോകുക. അതെന്താ പ്രതിഫലന നിയമം? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി അടുത്തതാണ് ലെൻസ്. പ്രകാശത്തെ കടത്തിവിട്ടിട്ട് റിഫ്രാക്ഷൻ നടത്തുന്ന പ്രകാശ ഉപകരണമാണ് ലെൻസ് എന്ന് പറയുന്നത്. രണ്ടു തരം ലെൻസാണുള്ളത്, കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും. കോൺവെക്സ് ലെൻസ് അടിഭാഗത്ത് കനം കുറഞ്ഞതും മധ്യഭാഗത്ത് കനം കൂടിയ ലെൻസിനെയാണ് നമ്മൾ കോൺവെക്സ് ലെൻസുകൾ എന്ന് പറയുന്നത്. ഇവ പ്രകാശരശ്മികൾ എന്ത് ചെയ്യും? ഒരു ഭാഗത്തേക്ക് കൺവെർജ് ചെയ്യും, ഒരു ഭാഗത്തേക്ക് ഒരുമിപ്പിക്കും. അതിനാൽ ഇവയെ കൺവെർജിങ് ലെൻസ് എന്ന് പറയുന്നു. ഇവയിലുണ്ടാകുന്ന പ്രതിബിംബം യാഥാർത്ഥ്യവും തലകീഴായതും ആയിരിക്കും. ഇനി ഇവയുടെ ഉപയോഗങ്ങൾ എന്താണ്? ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ്. മാഗ്നിഫൈങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. മൈക്രോസ്കോപ്പിൽ, ടെലിസ്കോപ്പിൽ, ബേണിംഗ് ഗ്ലാസ്സിൽ, TV, ക്യാമറ, പ്രൊജക്ടർ, വെള്ളറപ്പുറത്ത് പരിഹരിക്കാൻ ഇവയ്ക്കെല്ലാം ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസാണ്. ഇനി കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ മധ്യഭാഗത്ത് കുഴിഞ്ഞതും അരികു ഭാഗത്ത് തടിച്ചതുമായ കനം കൂടിയതുമായ ലെൻസിനെയാണ് നമ്മൾ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ഇവ പ്രകാശരശ്മികളെ അപവർത്തനത്തിന് ശേഷം അകറ്റുന്നു. അതിനാൽ ഇവയെ വിഭജന അല്ലെങ്കിൽ വ്യതിചലിക്കുന്ന ലെൻസ് അല്ലെങ്കിൽ ഡൈവേർജിങ് ലെൻസ് എന്നറിയപ്പെടുന്നത്. നിത്യവും നിവർന്നതുമായ പ്രതിബിംബമായിരിക്കും രൂപപ്പെടുക. ഇതിന്റെ ഉപയോഗങ്ങളാണ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഗലീലിയൻ ടെലസ്കോപ്പ്, ഐ ലെൻസ് ആയിട്ട് വാതിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോൾ, ഇതൊക്കെ ഇവയുടെ ഉപയോഗങ്ങളാണ്. ഇനി ലെൻസിലെ കാര്യങ്ങളാണ് പ്രകാശകേന്ദ്രം. പ്രകാശകേന്ദ്രം എന്ന് പറഞ്ഞാൽ ലെൻസിന്റെ മധ്യബിന്ദുവിനെയാണ് പ്രകാശകേന്ദ്രം എന്ന് പറയുന്നത്. വക്രത കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഈ ലെൻസ് രണ്ട് സർക്കിളിന്റെ ഭാഗമായിട്ടാണ് വരിക. അപ്പൊ ഈ രണ്ട് സർക്കിളിന്റെ സെന്ററിനെയാണ് വക്രത കേന്ദ്രം എന്ന് പറയുന്നത്. മുഖ്യ അക്ഷം എന്ന് പറഞ്ഞാൽ ഈ ലെൻസിനെ വക്രത കേന്ദ്രത്തിനെയും പ്രകാശ കേന്ദ്രത്തിനെയും യോജിപ്പിച്ച് വരയ്ക്കുന്ന അക്ഷമാണ് മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺവെക്സ് ലെൻസിൽ ഒരു സമാന്തരമായിട്ട് വരുന്ന പ്രകാശരശ്മിയെ കൺവേർട്ട് ചെയ്തതിനു ശേഷം ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. ആ ഒരു പോയിന്റിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഫോക്കൽ ദൂരം എന്ന് പറഞ്ഞാൽ പ്രകാശ കേന്ദ്രത്തിന്റെയും ഫോക്കസിനും ഇടയിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. നിയമങ്ങൾ ഞാൻ പറഞ്ഞു. ലെൻസിന്റെ പ്രകാശ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കില്ല. അതുപോലെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി റിഫ്രാക്ട് ചെയ്തതിനു ശേഷം ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി ഫോക്കസിലൂടെ വരുന്ന പ്രകാശരശ്മികൾ എന്ത് ചെയ്യും? റിഫ്രാക്ട് ചെയ്തതിനു ശേഷം മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് തിരിച്ചു പോകും. ഇനി കോൺകേവ് ലെൻസിലാണ് ഈ കാര്യം എടുക്കുന്നത് വെച്ചാലോ, കോൺകേവ് ലെൻസിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന രശ്മികൾ
അപവർത്തനത്തിന് ശേഷം അകലും. പക്ഷെ അവിടെ നിന്നാണ് ഒറിജിനായിട്ട് വരുന്നത് തോന്നുക, ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ആയിട്ട് വരുന്നത് പോലെ തോന്നും. ഇനി തിരിച്ച് പ്രകാശരശ്മികൾ കോൺകേവ് ലെൻസിൽ പതിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അവ ഒരു ഫോക്കസിലോട്ട് പോയിന്റ് ചെയ്യുന്ന പ്രകാശരശ്മികൾ കോൺകേവ് ലെൻസിൽ പതിച്ചതിന് ശേഷം അവ സമാന്തര രേഖയിലൂടെ അപവർത്തനത്തിന് ശേഷം സമാന്തര രേഖയിലൂടെ പോകും. ഇനി അടുത്ത് എന്തായിരുന്നു? ആവർത്തനം എന്ന് പറഞ്ഞാൽ പ്രതിബിംബത്തിന്റെ ഉയരം വസ്തുവിന്റെ ഉയരം തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുക എം ആണ്. H/H0 ആണ്. ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് ഫോക്കസ് ദൂരത്തിന്റെയാണ്. ഫോക്കസ് ദൂരത്തിന്റെ വ്യൂൽക്രമത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത്. P=1/f ആണ്. ഇതിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. കോൺവെക്സ് ലെൻസിൽ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിൽ പവർ നെഗറ്റീവും ആയിരിക്കും. അടുത്താണ് ഡെൻസിറ്റിയോ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണ്ടെത്തുന്ന സമവാക്യമാണ് 1/f=1v - 1u. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.